Hi, welcome to this new course of Learn Python in Malayalam. Python ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വെബ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഓട്ടോമേഷൻ ആണെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഏതൊരു ഫീൽഡിലും പൈത്തൺ ലാംഗ്വേജ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. മെയിൻലി ഈ കോഴ്സ് 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ വിച്ച് ഈസ് ഇൻട്രൊഡക്ഷൻ, ദെൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫൈനലി ഹൈ എൻഡ് ടോപ്പിക്സ് ആയിട്ടുള്ള ഊപ്സ്, റിക്കർഷൻ പോലെയുള്ള സെക്ഷൻസുകളാണ് നമ്മൾ ഈ കോഴ്സിൽ ഡീൽ ചെയ്യുക. ഈ കോഴ്സ് കഴിയുന്നതോടെ നിങ്ങളൊരു പൈത്തൺ ഡെവലപ്പർ ആവാനുള്ള ഫണ്ടമെൻ്റൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് അസൈൻമെൻറ്റ്സും നമ്മൾ ഈ കോഴ്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഹായ്, ഞാൻ മനുപ്രസാദ്. ഞാനായിരിക്കും ഈ കോഴ്സിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ. കഴിഞ്ഞൊരു ഡെക്കേഡായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. റെഗുലർ ബേസിൽ ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീക്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ടൈംലി ബേസിൽ കിട്ടുന്നതായിരിക്കും. സോ ഇനി ഒട്ടും താമസിപ്പിക്കാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ലേണിംഗ് പൈത്തൺ. റെഡി അല്ലേ? ഈ ഒരു സെക്ഷനിൽ പൈത്തൺ ഇൻസ്റ്റലേഷനാണ് മെയിനായിട്ട് കാണുന്നത്. സോ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രൗസറിനകത്ത് പോയിട്ട് ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ www.python.org എന്ന് പറഞ്ഞിട്ടുള്ള പൈത്തണിൻ്റെ തന്നെ സൈറ്റ് ഉണ്ട്. സോ അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഇവിടെ പൈത്തൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പൈത്തൻ്റെ 3.11.2 വേർഷനാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് വേറെ വേർഷനായിരിക്കും. പക്ഷേ എന്നാലും വ്യത്യാസമൊന്നുമില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് എല്ലാത്തിലും വരുന്നത്. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു exe ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോർമൽ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല, നോർമൽ ഇൻസ്റ്റലേഷനാണ് വരിക. അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ട് ആഡ് ടു പാത്ത് പൈത്തൺ 3.11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ടിക്ക് ചെയ്യാൻ മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. ഞാനിതൊന്ന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കമാൻഡ് വിൻഡോയിൽ പോയാൽ മതി. സോ വിൻഡോയിൽ ജസ്റ്റ് CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. സോ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കേഴ്സർ വരികയാണ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ പൈത്തണിനകത്ത് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പൈത്തൺ ഓക്കെ ആണ്. സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതിനകത്ത് നമുക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോംപ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. സോ ഇപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പൈത്തണിൻ്റെ കൂടെ തന്നെ വേണ്ട മറ്റൊരു സാധനമാണ് IDE എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. സോ പൈത്തൺ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള IDEs നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് VS കോഡെന്നോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡെന്നോ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ കാണാം. സോ code.visualstudio.com. സോ അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ ഓപ്പൺ ആയിട്ടുള്ളത് അതിൻ്റെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ വരും. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയുടെ exe ഫയൽ വന്നിട്ടുണ്ട്. സോ ഇത് നോർമൽ മെത്തേഡിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനിവിടെ ഫർദർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നില്ല. സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് വരിക. സോ ഇതിൽ നമുക്ക് വെൽക്കം സ്ക്രീൻ ആണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഇതിൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്താണ് നമുക്ക് വേണ്ട ഫോൾഡർ എന്താണോ ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എക്സ്റ്റൻഷൻസ് ചെയ്യാവുന്നതാണ്. VS കോഡ് എന്ന് പറയുന്നത് പൈത്തണിന് മാത്രമല്ല ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു IDE ആണ്. സോ അതുകൊണ്ട് തന്നെ പൈത്തണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ ജസ്റ്റ് നമ്മൾ പൈത്തൺ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ കാണും. ഇവിടെ കാണുന്ന പൈത്തൺ എക്സ്റ്റൻഷൻ നമുക്കിവിടെ ഉണ്ടാവും. സോ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് എനിക്കിവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണുന്നത്. നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും.
ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പൈതണിൻ്റെ പ്രോഗ്രാമിംഗ് നമുക്ക് കറക്റ്റായിട്ട് VS കോഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോൾഡറാണ് നമുക്ക് ചെയ്യേണ്ടത്. സപ്പോസ് ഞാനിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡർ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൾഡറിനകത്ത് VS കോഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. സോ ജസ്റ്റ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം .py എക്സ്റ്റൻഷനിൽ വേണം എപ്പോഴും പൈതൺ ഫയൽ സേവ് ചെയ്യാൻ. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, py കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആ ഒരു ഐക്കണൊക്കെ വന്നിട്ടുണ്ട്. സോ പൈതൺ ഫയലാണെന്ന് വിഷ്വൽ സ്റ്റുഡിയോ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പൈതണിൻ്റെ ഔട്ട്പുട്ടുകൾ കാണാൻ വേണ്ടി ടെർമിനലിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മുടെ ടോപ്പ് മെയിൽ നമുക്ക് ടെർമിനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എവിടെയാണ് ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ഫോൾഡറിൽ തന്നെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് പൈതൺ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈതണിൻ്റെ പ്രോംപ്റ്റിനകത്തേക്ക് പോകുന്നതാണ്. നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ വിൻഡോയിൽ തന്നെ ടെർമിനലിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫർദർ കോഴ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും.